ആക്ഷൻ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സിന്റെ നേതൃത്വത്തിൽ നടന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ പ്രകടനം നടത്തി. യോഗം NGO യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം വി ശോഭ ഉദ്ഘാടനം ചെയ്തു. പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കുക, ക്ഷാമബത്ത കുടിശ്ശിക അനുവദിക്കുക, PFRDA നിയമം പിൻവലിക്കുക, പഴയ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കുക, കേരളത്തെ തകർക്കുന്ന കേന്ദ്ര നടപടികൾ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിയാണ് ആക്ഷൻ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സിന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തിയത്. മാർച്ചിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ പ്രകടനം നടന്നു. തുടർന്ന് നടന്ന യോഗം കേരള NGO യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം വി ശോഭ ഉദ്ഘാടനം ചെയ്തു. ജീവനക്കാർ സമരം ചെയ്തപ്പോൾ 1985 നമുക്ക് അത് അനുഭവവേദ്യമായത്. അങ്ങനെ അനുഭവവേദ്യമാകുമ്പോൾ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം, അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം 21 മാസത്തെ കുടിശ്ശിക നിഷേധിച്ചുകൊണ്ടാണ് കേരളത്തിലെ UDF ഗവൺമെന്റ് നമ്മുടെ ജീവനക്കാർക്കും അധ്യാപകർക്കും തന്നിട്ടുള്ളത്. അതോടൊപ്പം 1992 ഇവിടെ പേ ഈക്വലൈസേഷന്റെ മറവിൽ ജീവനക്കാർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യം നിഷേധിക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചാണ് കേരളത്തിലെ വലതുപക്ഷ ഗവൺമെന്റ്. അതോടൊപ്പം തന്നെ നമ്മളൊക്കെ തന്നെ കൊട്ടിഘോഷിക്കുന്ന 2002 നടന്ന ഇവിടുത്തെ പണിമുടക്കമുണ്ടല്ലോ, 32 ദിവസത്തെ പണിമുടക്കം. ഇവിടുത്തെ രാഷ്ട്രീയ ഭേദമില്ലാതെ എല്ലാ സർവീസ് സംഘടനകളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇവിടെ നടത്തിയ പണിമുടക്കം നാം കാണേണ്ടതുണ്ട്. നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ അടക്കം ഇല്ലാതാക്കി പോന്ന UDF ഗവൺമെന്റ് അന്ന് ഭരിച്ചിരുന്നത് ആന്റണി സർക്കാരാണ്. ഇവിടെ ആന്റണി സർക്കാർ ഇവിടെ നടപ്പിലാക്കുമ്പോൾ ജീവനക്കാരുടെ തസ്തിക വെട്ടിക്കുറച്ചു, നിയമന നിരോധനം നടപ്പിലാക്കിയും രാജ്യത്തിന് മുമ്പേ തന്നെ നമ്മുടെ കേരളത്തിൽ പങ്കാളിത്ത പെൻഷൻ പദ്ധതി നടപ്പിലാക്കിയ ആ ഗവൺമെന്റ് ഉത്തരവിനെ ഇവിടുത്തെ സർവീസ് സംഘടനാ നേതാക്കന്മാർ ഒറ്റക്കെട്ടായി നിന്നതിന്റെ പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ആ ഉത്തരവുകൾ പിൻവലിച്ചത്. M. ജിതേഷ് അധ്യക്ഷനായി, T. പ്രകാശൻ, മധു കരിമ്പിൽ, PK വിനോദ്, PP അമ്പിളി, രാജീവൻ നുദിന്നൂർ എന്നിവർ സംസാരിച്ചു. P. ശ്രീകല സ്വാഗതവും അനീഷ് PV നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.